ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ നോക്കാൻ പോകുന്നത് ചാർട്ട് നോക്കി എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ടെക്നിക്കൽ ലെവൽസ് മാർക്ക് ചെയ്യുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഇത് നിഫ്റ്റിയുടെ ഇൻഡെക്സ് ചാർട്ടാണ്. നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഒരു അപ് ട്രെൻഡാണ് കാണിക്കുന്നത്. ഒരു ട്രെൻഡിലെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമുക്ക് ടൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ പാരലൽ ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു ടൂൾ കിട്ടും. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഹൈകൾ നമ്മൾ കണക്ട് ചെയ്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം അത് താഴേക്ക് കൊണ്ടുവന്നാൽ മതി. ഈ ലോയും തമ്മിൽ കണക്ട് ചെയ്ത് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഈ ലെവൽസ് ടച്ച് ചെയ്യുന്ന ഏരിയയാണ് അടുത്ത് മാർക്ക് ചെയ്യേണ്ടത്. അതായത് ഈ ഹൈയും ലോയും ഒക്കെ ടച്ച് ചെയ്യുന്ന ഏരിയ മാർക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. പിന്നെ ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതിൽ ഇവിടെയും ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവൽ മാർക്ക് ചെയ്യാം. ഓക്കെ, അത് അടുത്ത ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടിയുള്ള ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന ബേസ് ചെയ്തിട്ടാണ്. അതായത് ഇപ്പോൾ മാർക്കറ്റ് നമ്മുടെ ലെവൽസിൽ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് 5 മിനിറ്റ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് ബൈ എടുക്കാം. ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല ഈ ലെവലിൽ ടച്ച് ചെയ്തിട്ട് താഴെ ഒരു റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് സെല്ല് ചെയ്യാം. ഇനി ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെ ഒരു റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഇതിന് മുകളിൽ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് നല്ല രീതിയിൽ അപ്പ് ട്രെൻഡ് പോകാനും ചാൻസ് ഉണ്ട്. ഇനി ഈ ലെവൽസ് എങ്ങനെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വർക്ക് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സപ്പോർട്ടും ഈ ഒരു റെസിസ്റ്റൻസും ആണ് ടച്ച് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ വലിയൊരു ക്യാൻഡിലായിരുന്നു. അപ്പോൾ നമുക്കൊരു എൻട്രി ഇല്ല. ഓക്കെ, ഇവിടെ നമുക്കത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ജസ്റ്റ് അത് ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് എൻട്രി. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് ഒരു സെൽ എൻട്രി ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു സെൽ എൻട്രി കിട്ടിയിട്ടുണ്ട്. കാരണം ഈ ലെവലിൽ ടച്ച് ചെയ്തു, അവിടെ സെല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെ നിന്ന് സെല്ല് ചെയ്യാം. ഇവിടെ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണേണ്ടത് ഈ ഒരു ഹൈക്ക് മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് കാണാം. ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ് കാണാം. കേട്ടോ, മാർക്കറ്റ് തിരിച്ച് കയറി വന്നു. പക്ഷേ നമ്മുടെ ആ ഒരു സ്റ്റോപ്പ് ലോസ് ടച്ച് ചെയ്തിട്ടില്ല. അതിന് സ്റ്റോപ്പ് ലോസ് വന്നിട്ടുള്ളൂ. നമ്മുടെ ഈ ലെവൽസിന് മുകളിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അതാണ് നമ്മൾ ആ ഒരു ഹൈക്ക് തൊട്ട് മുകളിൽ കുറച്ച് ബഫർ ഇട്ട് വേണം സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട്. ഓക്കെ, വീണ്ടും മാർക്കറ്റ് ആ റെസിസ്റ്റൻസ് ടച്ച് ചെയ്ത് താഴേക്ക് വരാണ്. ഓക്കെ, നമ്മളിവിടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ലെവൽസ് വീണ്ടും ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് സെൽ എൻട്രി ആണ്. അതല്ല ഇവിടെ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ബൈ എൻട്രി ആണ്. ഓക്കെ, ഇവിടെ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബൈ എൻട്രി ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബൈ ചെയ്തിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് ടാർഗറ്റായി കാണാം. സ്റ്റോപ്പ് ലോസ് ഈ ലെവൽസിന് താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് കണ്ടാൽ മതി. അതായത് ഇവിടെ ഒരു ലോ വന്നിട്ടുള്ളൂ, ആ ലോയ്ക്ക് താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് ആണ്. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് അടുത്ത എൻട്രി നോക്കാം. അടുത്ത എൻട്രി എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് ഇതിന് മുകളിൽ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഈ ലെവൽ ടച്ച് ചെയ്ത് റെഡ് ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്യണം. ഓക്കെ, റെഡ് ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ സെൽ എൻട്രിയാണ്. നമ്മൾ ഈ ലെവൽസിന് മുകളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് കാണാം. ടാർഗറ്റ് ഈ ഒരു സപ്പോർട്ട് ലെവലിന് ടാർഗറ്റാണ്. ഓക്കെ, നമ്മൾ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വീണ്ടും നമുക്കൊരു സെൽ എൻട്രി വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നില്ല ബൈ, കാരണം നമുക്ക് ഒരു വലിയൊരു ക്യാൻഡിൽ ആയതുകൊണ്ടാണ് നമ്മൾ അവോയ്ഡ് ചെയ്തത്. ഇതേപോലെ ഒരു ക്യാൻഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് ബൈ. ഇത് വലിയൊരു ക്യാൻഡിൽ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമുക്ക് സെൽ എൻട്രി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ സെൽ എൻട്രി എടുക്കാവുന്നതാണ്. ഇവിടെ സെൽ എൻട്രി എടുത്തിട്ട് ആ ഒരു സെയിം സ്റ്റോപ്പ് ലോസ് തന്നെ നമ്മളിവിടെ കീപ്പ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ടാർഗറ്റോടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ലെവൽ കറക്റ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് ട്രേഡ് നടന്നിരുന്നത്. നമ്മളൊരു തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്തില്ല. ജസ്റ്റ് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മാർക്കിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ട് ഒരു സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും മാർക്ക് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ഓരോ ചാർട്ടിലും മാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ കുറച്ച് ദിവസം പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അത് വർക്കാണെങ്കിൽ മാത്രം നിങ്ങൾ റിയൽ ട്രേഡ് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലോട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.